ഹലോ, ബിഗ് ബോസ് ഇനി 4 ആഴ്ച മാത്രം ബാക്കിയാവുമ്പോൾ ബിഗ് ബോസ് വിന്നിംഗ് മെറ്റീരിയൽ എന്നൊരാൾ ഇതുവരെ ഉയർന്നു വന്നതായിട്ട് തോന്നുന്നില്ല. ജിൻഡോയാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നത്. അതിന് PR ഏജൻസിയുടെ മിടുക്കാണോ അതോ യഥാർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന് ഫാൻ ഉണ്ടോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ജിൻഡോയെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയാൻ സാധിക്കില്ല. അതിന് പ്രധാന കാരണം ജിൻഡോയ്ക്ക് വാക്ചാതുര്യം ഇല്ല എന്നുള്ളതാണ്. അതിലുപരി ജിൻഡോയ്ക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. പലപ്പോഴും കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ആരോട് എന്താണ് പറയേണ്ടത് എന്ന് ജിൻഡോയ്ക്ക് അറിയാൻ പറ്റുന്നില്ല. മുൻപേ തന്നെ കള്ളം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ കള്ളത്തിന്റെ അളവൊന്ന് കുറഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ സംസാരിക്കാൻ ഇപ്പോഴും ജിൻഡോ പഠിച്ചിട്ടില്ല. അത് ഓരോരുത്തരുടെ ബേസിക് ക്യാരക്ടർ ആണല്ലോ, ഒരു ബേസിക് ക്വാളിറ്റീസ് ആണല്ലോ. അപ്പോൾ ജിൻഡോയ്ക്ക് ഇപ്പോഴും സംസാരിക്കാൻ അറിയില്ല. മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്ന രീതിയിലോ പലപ്പോഴും അതിരുകൾ കടക്കുന്ന രീതിയിലാണ് ജിൻഡോ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിൻഡോ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ജിൻഡോ തന്നെ ആയിരിക്കും വിജയിക്കുന്നത്, ഉറപ്പില്ല. പക്ഷേ ഈ സീസണിൽ അങ്ങനെ എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചത് സിജോ ഉയർന്നു വരുമെന്നാണ്. സിജോ ഉയർന്നു വന്നതിന് ചിലപ്പോൾ ആ റോക്കിയുമായുള്ള ഇഷ്യൂ ഉണ്ടായില്ല, ആ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായില്ല എന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സിജോ ഉയർന്നു വന്നേനെ. പക്ഷേ ആ അറ്റാക്കിന് ശേഷം മടങ്ങി വന്നപ്പോൾ സിജോ കുറച്ച് ഡൗൺ ആണ്. സിജോയ്ക്ക് തൻ്റെതായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. സായിയെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കണ്ടന്റ് കിങ് ആണ്, എന്ത് കിട്ടിയാലും കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷേ ബിഗ് ബോസിൽ ചെന്ന ശേഷം കണ്ടന്റ് പോയിട്ട് സായി അവിടെ ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സായിയുടെ വൈഫ് തന്നെ സായിയുടെ ചാനൽ സീക്രട്ട് ഏജന്റ് ചാനലിൽ ഊക്കുന്നുണ്ട് വേണ്ട രീതിയിൽ. സീക്രട്ട് ഏജന്റിന്റെ പേര് തന്നെ സായി കൃഷ്ണൻ വിലാസം എന്നോ മറ്റോ ആക്കാനുള്ള തീരുമാനത്തിലാണ് സ്നേഹ. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസിന്റെ ടാസ്കുകളും മറ്റും ഈ ബിഗ് ബോസ് ഹൗസിലെ ആക്ടിവിറ്റീസും എല്ലാം ഫൈനൽ സ്റ്റേജിലേക്ക് അടുക്കുമ്പോഴും പഴയ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇന്നലെ തന്നെ രാവിലെ നന്ദനയ്ക്ക് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തു, മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ, ഓരോരുത്തരെ വെച്ച് ഇമിറ്റേറ്റ് ചെയ്യാൻ നന്ദനയ്ക്ക് ഇഷ്ടമുള്ള അത്രയും സമയം. അതിന് രസമുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം വന്നത് റാങ്കിങ് ടാസ്ക് ആയിരുന്നു. 1 to 13 റാങ്ക് ചെയ്യണമായിരുന്നു. നന്ദന പറഞ്ഞത് താനാണ് 1ാം സ്ഥാനത്തിന് അർഹയെന്നാണ്. കാരണം തനിക്ക് കാശ് വേണം, വീട് വയ്ക്കാൻ കാശ് വേണം. അതിന്റെ ലോജിക് നന്ദന ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. വീട് വയ്ക്കാൻ ഒരാൾക്ക് കാശ് വേണമെങ്കിൽ അയാൾ 1ാം സ്ഥാനത്ത് എത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതൊരു റീസൺ അല്ല ഒരാൾക്ക് 1ാം സ്ഥാനം കൊടുക്കാനുള്ളത്. ഒരാൾക്ക് 1ാം സ്ഥാനം കൊടുക്കുന്ന അയാളുടെ കഴിവിന്റെയും അയാളുടെ പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിലാണ്. അത് നന്ദനയ്ക്ക് മിസ് ഔട്ട് ആയെന്ന് തോന്നുന്നു. നന്ദന റിപ്പീറ്റഡ്ലി പറയുന്നുണ്ടായിരുന്നത് തനിക്ക് വീട് വെക്കണം, അപ്പോൾ വീട് വെക്കാൻ കാശ് വേണമെങ്കിൽ അതിന് 1ാം സ്ഥാനം വേണം, അതുകൊണ്ട് ഞാൻ തന്നെയാണ് അർഹ എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് എന്താ അർത്ഥമില്ലേ? മറ്റുള്ളവർക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ട്. പൈസയ്ക്ക് ആവശ്യങ്ങളുള്ളവർ തന്നെയാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്താ യാതൊരു അർത്ഥവുമില്ലാത്തതാണോ? അതോടൊപ്പം ഈ നന്ദനെ എതിർക്കുന്ന കൂട്ടത്തിൽ സിജോ ഒരു വെടി പൊട്ടിച്ചു. നന്ദന പണപ്പെട്ടിയുമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്ന ഒരാളാണെന്ന്. യഥാർത്ഥത്തിൽ നന്ദന വളരെ വിശ്വാസത്തിൽ സിജോയോടും സായിയോടും മാത്രം പറഞ്ഞ കാര്യമാണിത്. അതാണ് ഒരു ടാസ്കിന്റെ ഇടയിൽ സിജോ യൂസ് ചെയ്തത്. ഓഫ് കോഴ്സ് എല്ലാവരും കണ്ടസ്റ്റൻസ് ആണ്, ഇവിടെ ആരും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാവരും കപ്പിന് വേണ്ടിയാണ് കളിക്കുന്നത്. ആ കാര്യം നന്ദന മറന്നുപോയതാണോ അതോ ഒരു മാനുഷികമായ ഒരു മനുഷ്യ സഹജമായ കാര്യമാണ്? നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമല്ലോ, എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഉള്ളതിൽ വിശ്വാസമുണ്ട് എന്ന് തോന്നിയ 2 പേരോട് നന്ദന തന്റെ കാര്യം ഷെയർ ചെയ്തു. നന്ദന പിന്നീട് അത് പറഞ്ഞത് തന്റെ സ്ട്രാറ്റജി ആണെന്നാണ്. എന്തായാലും ആ കാര്യം എടുത്തിട്ട് സിജോ നന്ദനെ ഡൗൺ ചെയ്തു. പറഞ്ഞു പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്ന ഒരാൾ എങ്ങനെ 1ാം സ്ഥാനത്തെത്തും? അപ്പോൾ ഈ ടാസ്കിൽ സിജോയും ജാസ്മിനുമാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് തോന്നിയത്. അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ അവർ പറഞ്ഞു. ഓരോരുത്തരുടെ ഇഷ്യൂവിലും അവർ മുന്നേക്ക് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അൻസിബയ്ക്ക് പിന്നെ ഇടിച്ചു കയറി സംസാരിക്കാൻ അറിയില്ല, ഇടിച്ചു കയറി സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അൻസിബ മാറി നിൽക്കുകയായിരുന്നു. അൻസിബ മുന്നോട്ട് വന്നതായിട്ട് എപ്പിസോഡിൽ കണ്ടില്ല. ഇനി ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് എപ്പിസോഡിൽ വന്നപ്പോൾ അത് എഡിറ്റഡ് ആയിട്ടുണ്ട്, ലൈവിൽ കണ്ടില്ല ഞാൻ. എന്തായാലും അൻസിബയാണ് ഒട്ടും സംസാരിക്കാതിരുന്നത്, ഒട്ടും ലൈം ലൈറ്റിൽ ഇല്ലായിരുന്നത്. പിന്നെ ഒരാൾ അഭിഷേകായിരുന്നു. അഭിഷേക് ആക്ച്വലി ഇരിക്കുകയായിരുന്നു. ബാക്കി കൺവെർസേഷൻ എല്ലാം നടക്കുമ്പോൾ, ബാക്കി ഡിസ്കഷൻ നടക്കുമ്പോൾ ആരെയും കുറ്റം പറയാനും ആരുടെയും കുറവുകൾ കണ്ടെത്താനും ഒന്നും അഭിഷേക് മുന്നോട്ട് വന്നില്ല. അഭിഷേക്, സിജോ, നന്ദൻ ഇവർ 3 പേരും 1ാം സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. 1ാം സ്ഥാനത്തിന് അർഹരാണെന്ന് തങ്ങളെന്ന് പറഞ്ഞു. എന്തായാലും ആ സ്ഥാനം കിട്ടിയത് അഭിഷേകിനാണ്. അത് മിക്കവാറും അഭിഷേകിന് കൊടുത്ത അഭിഷേകിന്റെ ക്യാരക്ടർ കൊണ്ടായിരിക്കണം. അഭിഷേക് മറ്റുള്ളവരെ ചൊറിയാൻ പോകാറില്ല, വള്ളി പിടിക്കാൻ പോകാറില്ല, മറ്റുള്ളവർക്ക് ഇഷ്യൂ ഉണ്ടാക്കാൻ പോകാറില്ല. അഭിഷേക് തൻ്റെതായ ഗെയിം കളിക്കുന്നു, അഭിഷേക് തൻ്റെതായ സ്പേസ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു. നമ്മളെ സംബന്ധിച്ച് അഭിഷേക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്ത, കോണ്ടന്റ് തരാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ അഭിഷേക് നല്ലൊരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അനാവശ്യമായ കുത്തിത്തിരിപ്പുകളും കലാപരിപാടികളൊന്നും അഭിഷേക് നടത്താറില്ല. അതുകൊണ്ടൊക്കെ തന്നെയാകണം അഭിഷേകിന് 1ാം സ്ഥാനം ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങളും കൊടുത്തത്.
അങ്ങനെ അവസാനം 1ാം സ്ഥാനം കിട്ടിയ അഭിഷേക് ക്യാപ്റ്റനുമായി. 2ാം സ്ഥാനം ജിൻഡോയ്ക്കാണ് കിട്ടിയത്. ജാസ്മിൻ അതിനിടയ്ക്ക് 4ഉം 5ഉം 6ഉം പല സ്ഥാനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ഥാനത്തിലും ജാസ്മിൻ ആരും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടില്ല. അപ്സര മാത്രമാണ് ഏതോ ഒരു 4നും 5നും വേണ്ടി മാത്രം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടത്. ഈ സ്ഥാനങ്ങളെല്ലാം വെറും ആപേക്ഷികമാണ്. ഇതിനെ ഒരു അർത്ഥമില്ല. ആക്ച്വലി യഥാർത്ഥ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇത്തരം സ്ഥാനങ്ങൾക്കൊന്നും അർത്ഥമില്ല. എന്നിരുന്നാലും ഇവിടെ ഇപ്പോൾ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അഭിഷേകിനാണ്. 2ാം സ്ഥാനം ജിൻഡോ, 3ാം സ്ഥാനം അർജുന് വേണ്ട രീതിയിലുള്ള എതിർപ്പുകൾ, ശക്തമായ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. 2ാം സ്ഥാനത്ത് ജിൻഡോയ്ക്കെതിരെ ശക്തമായ എതിർപ്പായിട്ട് വന്നത് നോറയാണ്. നോറ പറഞ്ഞാൽ തനിക്ക് 2ാം സ്ഥാനം വേണമെന്നാണ്. പക്ഷേ അവിടെ നോറയെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. നോറ പറഞ്ഞ പോയിന്റ്സിനും വാല്യൂ ഇല്ലാതെ പോയി. ജിൻഡോയ്ക്കാണ് 2ാം സ്ഥാനം കിട്ടിയത്. മത്സരം കഴിഞ്ഞ ശേഷവും നോറ ഈ മത്സരത്തിന്റെ കാര്യം പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിന്യൂസ്. നോറയ്ക്ക് അങ്ങനെയാണ്, ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിടില്ല, അതിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. റിപ്പീറ്റഡ്ലി ഇറിറ്റേറ്റിംഗ് രീതിയിലേക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കിച്ചണിൽ പോയി പറയുന്നു, പവർ റൂമിൽ നിന്ന് പറയുന്നു, അങ്ങനെ കണ്ടിന്യൂസ്ലി നോറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും പറഞ്ഞ ഒരു കാര്യം, നോറ സ്വന്തം നേർക്ക് എന്തെങ്കിലും വന്നാലേ നോറ ഇടപെടുള്ളൂ എന്നാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ നോറ മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഹൗസ് മേറ്റ്സിന് നോറയെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല. നോറ പലപ്പോഴും ജെന്യുവിനായിട്ട് നിൽക്കുന്നതായിട്ട് ചില കാര്യങ്ങളിലെങ്കിലും കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ ജാസ്മിൻ്റെ അന്നത്തെ ഇഷ്യൂ വന്നപ്പോഴും അതിന് മുമ്പും ചില ഇഷ്യൂസിലൊക്കെ നോറ ജെന്യുവിനായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ നോറയ്ക്കുള്ള പ്രശ്നം വെച്ചാൽ ഒരേ കാര്യം പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് അതിനെ ബബിൾഗുമാക്കി നശിപ്പിച്ച് കയ്യിൽ തരും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. മത്സരത്തിന് ശേഷം എല്ലാവരും മത്സരത്തെ പറ്റി മറന്നു. പക്ഷേ നോറ അതിനെപ്പറ്റി റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ മത്സരത്തെപ്പറ്റി മറക്കാത്ത മറ്റൊരാൾ ജാസ്മിനാണ്. ജാസ്മിൻ മത്സരത്തിന് ശേഷം അഭിഷേകിന് ഉപദേശിക്കാൻ തന്നു. ഓക്കെ, നീ 1ാം സ്ഥാനത്തിന് ഇപ്പോൾ അർഹനല്ല, നീ യോഗ്യനാണ്, പക്ഷെ ഇപ്പോൾ നീ അർഹനല്ല എന്നൊക്കെ പറഞ്ഞ് അഭിഷേകിന് അത് കേൾക്കാൻ യാതൊരു താല്പര്യമില്ല. അഭിഷേക് പറഞ്ഞു, നിന്റെ അഭിപ്രായത്തിന് ഞാൻ യാതൊരു വാല്യൂവും കൽപ്പിക്കുന്നില്ല, കാരണം നിനക്ക് പറയുന്നതെല്ലാം തെറ്റാണ്, നിന്റെ കൺസെപ്റ്റ്സ് എല്ലാം തെറ്റാണ്, നീ ചിന്തിക്കുന്നതെല്ലാം തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത്. ഞാൻ മാത്രമല്ല മറ്റുള്ളവരും പറയുന്നത്. ഓക്കെ, ജാസ്മിൻ കംപ്ലീറ്റ്ലി എപ്പോഴും തെറ്റല്ല, എങ്കിലും മാക്സിമം ടൈം പല കാര്യങ്ങളും ജാസ്മിൻ്റെ ചിന്തകൾ തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ അഭിഷേകിന് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഭിഷേകിന് ജാസ്മിനോട് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. എന്നിട്ടും ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അഭിഷേക് പറഞ്ഞു, നീ പറഞ്ഞോ, പക്ഷെ എനിക്കതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ അതിനെ കണക്കിലെടുക്കുന്നുമില്ല, എനിക്ക് കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല നീ പറയുന്നത്, കാരണം നീ പറയുന്നതെല്ലാം തെറ്റാണെന്നാണ് എൻ്റെ വിചാരം, ഞാൻ അങ്ങനെ തന്നെയാണ് ധരിക്കുന്നത്, അതുകൊണ്ട് നീ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കെന്താണ്. എന്തായാലും ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നോറയും ജാസ്മിനും അതിൻ്റെ തന്നെ ചിന്തയിലായിരുന്നു. ജാസ്മിൻ പിന്നെയും പറയുന്നുണ്ടായിരുന്നു 11ാമത്തെ പൊസിഷൻ അല്ല 11ാമത്തെയാണെന്ന് തോന്നുന്നു ജാസ്മിന് കിട്ടിയത്, അതെങ്കിലും കിട്ടിയത് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ 13ൽ പോയേനെ. ഇവന്മാർ പറയുന്നത് അതിനിടയ്ക്ക് അർജുൻ ഉപദേശിച്ചെന്ന് തോന്നും 3rd പൊസിഷന് വേണ്ടി ജാസ്മിൻ ട്രൈ ചെയ്യാൻ. എന്നിട്ട് അതിനുവേണ്ടിയും ട്രൈ ചെയ്തപ്പോൾ അർജുൻ പോലും ജാസ്മിന് വേണ്ടി കൈപൊക്കിയില്ല എന്നതാണ് സത്യം. എന്തായാലും അതിനുശേഷം സ്പോൺസേഡ് ടാസ്ക് വന്നു. ഈസ്റ്റേണിൻ്റെ സ്പോൺസേഡ് ടാസ്ക് ഒക്കെ വന്നവർ ചിക്കനും പാലടയും ഒക്കെ കഴിച്ച് സുഖമായിട്ടിരുന്നു. അപ്പം ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ സെലിബ്രേഷൻ മറ്റും കാര്യങ്ങൾ നടക്കുകയാണ്. ഇന്ന് എവിക്ഷൻ ഉണ്ടെന്നൊക്കെയാണ് ചില റൂമേഴ്സ് വന്നിരിക്കുന്നത്. റസ്മിൻ എവിക്റ്റ് ആവും എന്നാണ് ചില സോഷ്യൽ മീഡിയ പേജസിൽ കണ്ടത്. എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കി കണ്ട് അറിയാം. റസ്മിൻ ഇന്നല്ലെങ്കിൽ ഈ ആഴ്ച എവിക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തിയാണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. ഈ ആഴ്ച റസ്മിൻ പുറത്തു പോകാനാണ് സാധ്യത കൂടുതൽ, കാരണം റസ്മിന് വോട്ട് കുറവ് തന്നെയാണ്. അപ്പോൾ മറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.